സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹിതം നിറവേറ്റുവാൻ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവർക്കും യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. 3 തലങ്ങളിൽ ഈ ധ്യാനത്തെ നമുക്ക് ക്രമപ്പെടുത്താം. 1, കർത്താവിൻ്റെ 2 അവകാശവാദങ്ങൾക്കിടയിലൂടെയുള്ള തീരുമാനം. 1 തെറ്റും 1 സത്യവുമാണ്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? കർത്താവ് പറയാം, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ. യേശുനാഥൻ ഇവിടെ പറഞ്ഞത് ശരിയായ വാക്കാലുള്ള ഏറ്റുപറച്ചിലിനെ കുറിച്ചാണ്. അവിടെ അവർ യേശുവിനെ കർത്താവ് എന്ന് വിളിച്ചിരുന്നു. അത് അത്യന്താപേക്ഷിതമാണ്, പക്ഷേ ഒരിക്കലും മതിയാകില്ല. നാം കർത്താവേ കർത്താവേ എന്ന ഭാഷ ഉപയോഗിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് രക്ഷയില്ല, രക്ഷിക്കാനാവില്ല. കപടനാട്യക്കാരും അങ്ങനെ പറയുമെങ്കിലും നാം ഹൃദയം അറിഞ്ഞ് ഹൃദയം തൊട്ട് കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ആൾക്കാർക്ക് ആത്മീയ ജീവിതത്തിനോടൊത്ത് ദൈനംദിന ജീവിതത്തിൽ കർത്താവിൻ്റെ സ്ഥാനവും അഥവാ കർത്താവുമായി യാതൊരു രീതിയിലും ബന്ധപ്പെടാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് പാപത്തിൻ്റെ കാരണമാണ് എന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ്. അന്ന് എന്ന് പറഞ്ഞുകൊണ്ട് യേശു എല്ലാ മനുഷ്യർക്കും വേണ്ടി വരാനിരിക്കുന്ന ന്യായവിധി ദിവസത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന ലക്ഷ്യം എന്താണ്? നിങ്ങളിപ്പോൾ ചെയ്യുന്നത് പോലെ അന്ന് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമോ? അപ്പോൾ നിങ്ങൾ അത് ആത്മാർത്ഥമായി പിന്തുടരുന്നതിൽ നിങ്ങൾ സ്വയം ജ്ഞാനിയായി കണക്കാക്കുമോ? നിങ്ങളുടെ സുവിശേഷ വേലകളെ ഞാൻ അനുഗ്രഹിച്ചിട്ടുണ്ട്, എന്നാൽ നിങ്ങൾക്ക് എന്നോടുള്ള വ്യക്തിപരമായ ബന്ധം അത് ഒട്ടും തന്നെ ഇല്ലാത്തത് കൊണ്ട്, അവിടെ വിശുദ്ധിയും ആത്മാർത്ഥതയും ഇല്ലാത്തത് കൊണ്ട് കർത്താവ് പറയും, ഞാൻ നിന്നെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നിൽ നിന്നും അകന്നു പോകുക എന്ന്. അവർ രക്ഷ നഷ്ടപ്പെട്ടവരല്ല, പകരം അവർക്ക് അത് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. 2 നിർമ്മാതാക്കൾ തമ്മിലുള്ള തീരുമാനവും അവരുടെ വിധിയും. ആകയാൽ എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവനെ ഞാൻ പാറമേൽ വീടു പണിത ജ്ഞാനിയായ മനുഷ്യനോട് ഉപമിക്കും. എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണലിൽ വീട് പണിത മൂഢനെ പോലെയായിരിക്കും. യേശുനാഥൻ പറഞ്ഞ 2 നിർമ്മാതാക്കളുടെ ദൃഷ്ടാന്തത്തിൽ ഓരോ വീടും പുറമേ നിന്ന് ഒരുപോലെയായിരുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ അടിത്തറ സാധാരണയായി മറഞ്ഞിരിക്കുന്നു. അത് കൊടുങ്കാറ്റിൽ മാത്രമേ തെളിയിക്കപ്പെട്ടിട്ടുള്ളൂ. കൊടുങ്കാറ്റുകൾ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ഉള്ളതാണ് എന്ന് നമുക്ക് പറയാം. കർത്താവിൻ്റെ ഈ വാക്കുകൾ കേൾക്കുകയും അത് അനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന എല്ലാവരും ഒരു സുരക്ഷിത അടിത്തറ നൽകാൻ ദൈവവചനം കേട്ടാൽ മാത്രം പോരാ, നാം അവൻ്റെ വചനം അനുസരിക്കുന്നവരാകേണ്ടത് അത്യാവശ്യമാണ്. 2ാം പണിക്കാരൻ്റെ വിഡ്ഢിത്തം എവിടെയാണ്? മനഃപൂർവ്വം ഒരു മോശം അടിത്തറ തേടുന്നതിലല്ല, അടിസ്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കാത്തതിലാണ് അവൻ്റെ തെറ്റ്. വിധിയിലെ പിഴവല്ല, മറിച്ച് അശ്രദ്ധയാണ്. ഇത് സാധാരണയായി സങ്കല്പിക്കുന്നത് പോലെ 2 അടിസ്ഥാനങ്ങളുടെ ചോദ്യമല്ല, മറിച്ച് അടിസ്ഥാനത്തിലേക്ക് നോക്കുന്നതും നോക്കാൻ അവഗണിക്കുന്നതുമാണ്. അവരുടെ ദുരിതവും വിപത്തും വലുതായിരിക്കും. അവരുടെ പ്രതീക്ഷകൾ എത്രത്തോളം ശക്തമാണ്, അവരുടെ പ്രതീക്ഷകളുടെ നിരാശ അവരുടെ ദുരിതം വർദ്ധിപ്പിക്കും. 3ാമതായി, യേശുവിൻ്റെ പ്രസംഗം കേട്ടവരിൽ ചെലുത്തിയ സ്വാധീനം. യേശുനാഥൻ ഈ വാക്കുകൾ അവസാനിപ്പിച്ചപ്പോൾ ആളുകൾ അവൻ്റെ ഉപദേശത്തിൽ ആശ്ചര്യപ്പെട്ടു. കാരണം അവൻ അവരെ നിയമജ്ഞരെയും ഫരിസേരെയും പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് പഠിപ്പിച്ചത്. കാരണം അവൻ അവരെ പഠിപ്പിച്ചത് തൻ്റെ നാളിലെ മറ്റ് അധ്യാപകരിൽ ഇല്ലാത്ത അധികാരത്തോടെയാണ്. പലപ്പോഴും മറ്റ് റബ്ബിമാരെ മാത്രം ഉദ്ധരിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ പ്രേക്ഷകർക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. യേശു അന്തർലീനമായ അധികാരത്തോടും ദൈവത്തിൻ്റെ വെളിപ്പെടുത്തിയ വചനത്തിൻ്റെ അധികാരത്തോടും സംസാരിച്ചു. നിയമജ്ഞരും ഫരിസേരും സംസാരിച്ചതെല്ലാം മുമ്പ് പറഞ്ഞു പഴകിയ പാരമ്പര്യത്തിൽ വിശ്രമിക്കുമ്പോൾ
യേശു തൻ്റെ ആത്മാവിൽ നിന്ന് അധികാരത്തോടെ സ്വർഗീയമായി പിതാവിനോട് ചേർന്ന് പിതാവ് പറഞ്ഞതുപോലെ സംസാരിച്ചു. 2 കാര്യങ്ങൾ അവരെ ആശ്ചര്യപ്പെടുത്തി. അവൻ്റെ പഠിപ്പിക്കലിൻ്റെ സാരാംശവും അതിൻ്റെ രീതിയും. അവർ അത്തരം ഉപദേശം മുമ്പ് കേട്ടിട്ടില്ല. അവൻ നൽകിയ കൽപ്പനകൾ അവരുടെ ചിന്തകൾക്ക് തികച്ചും പുതിയതായിരുന്നു. എന്നാൽ അവരുടെ പ്രധാന ആശ്ചര്യം അവൻ്റെ രീതിയിലായിരുന്നു. അവർ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു ഉറപ്പും ശക്തിയും അധികാരവും അതിൽ ഉണ്ടായിരുന്നു. യേശുനാഥൻ്റെ ഗിരിപ്രഭാഷണത്തിൽ നാം യേശുവിനെ ശരിക്കും മനസ്സിലാക്കുമ്പോൾ നാമും ആശ്ചര്യപ്പെടണം. നമ്മൾ ആശ്ചര്യപ്പെടുന്നില്ലെങ്കിൽ യേശു പറഞ്ഞത് നമ്മൾ ശരിക്കും കേൾക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്തിട്ടുണ്ടാകില്ല. കേൾക്കുന്നവർ അമ്പരന്നത് നല്ല കാര്യമായിരുന്നു. എന്നാൽ അത് ഫലത്തിൻ്റെ വ്യാപ്തി ആയിരുന്നെങ്കിൽ അത് നല്ലതല്ല. ഒരു നല്ല പ്രസംഗകൻ എപ്പോഴും തൻ്റെ ശ്രോതാക്കളെ അമ്പരിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് കർത്താവായ യേശുനാഥൻ്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നത്. ക്രിസ്തുവിൻ്റെ പ്രസംഗം കേട്ടവരിൽ ചെലുത്തിയ സ്വാധീനം. പ്രിയമുള്ളവരെ, ക്രിസ്തു വചനത്തിൽ നമുക്ക് എത്രത്തോളം ജീവിത സ്വാധീനം ഉണ്ട് എന്ന് നാം ബോധ്യപ്പെടേണ്ടതുണ്ട്. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.